ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ തോക്കുസ്വാമി അഥവാ ഹിമവൽ ഭദ്രാനന്ദ് വിളിച്ചത് അങ്കിൾ ബൺ എന്നാണ്. മാത്രമല്ല, ഈ അങ്കിൾ ബണ്ണിന് എന്താണ് കാര്യം, ബി.ജെ.പിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് ഇയാൾക്ക് എന്തറിയാം, ഇങ്ങനെയൊക്കെയാണ് തോക്കുസ്വാമിയുടെ വാദങ്ങൾ പോകുന്നത്. ഏതായാലും ഹിമവൽ ഭദ്രാനന്ദ് മാത്രമല്ല, നിരവധിയായ ബി.ജെ.പിയുടെ നേതാക്കളും ബി.ജെ.പിയുടെ പോഷക സംഘടനയിലുള്ളവരും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ശൈലിയെ നഖശികാന്തം എതിർക്കുന്നവരാണ്. അതിനകത്ത് ഇപ്പോൾ വി മുരളീധരനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും ഒക്കെ ഉണ്ട്. ശോഭാ സുരേന്ദ്രനും ഈ കാര്യത്തിൽ ശക്തമായി തന്നെ നിൽക്കുന്നു. നമുക്കറിയാം, വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പാർട്ടിക്കകത്ത് ശക്തമായി എതിർക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി ശോഭാ സുരേന്ദ്രൻ പോലും ഇപ്പോൾ മുരളീധര പക്ഷത്തായോ എന്നാണ് വിമർശകർ പലരും ചോദിക്കുന്നത്. ബി.ജെ.പിക്കുള്ളിൽ തന്നെ തിരുത്തൽ ശക്തികളായി മാറുന്ന ചിലരുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഒറ്റക്കെട്ടായി രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ നിന്ന് അടിച്ചോടിക്കണം എന്ന ആവശ്യവുമായി വരികയാണ്. ഇദ്ദേഹത്തിന് ഒരു വെളിവും വെള്ളിയാഴ്ചയുമില്ല. അങ്കിൾ ബണ്ണിനെ പോലെ വെറുതെ റോന്തിയൂറ്റി നടക്കുകയാണ്, അല്ലാതെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ അറിയില്ല. കേരളത്തിൽ ബി.ജെ.പിക്ക് തിരിച്ച വൈകാതെ ഉണ്ടാകും. പല സീറ്റുകളിലും CPI-യുമായുള്ള ഡീലിന് വന്ന ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രയാണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ടെസ്റ്റ് നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത് എന്നും ബി.ജെ.പിയിലെ പല നേതാക്കളും പറയുകയാണ്. നമുക്കറിയാം, പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള വലിയ നിര നേതാക്കൾ, കുമ്മൻ രാജശേഖരൻ അടക്കമുള്ളവർ ഇപ്പോൾ ഇദ്ദേഹത്തിനെ, അതായത് രാജീവ് ചന്ദ്രശേഖരനെ പരസ്യമായി എതിർക്കാൻ തുടങ്ങുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രാജീവ് ചന്ദ്രശേഖർ എന്നത് മാത്രമാണ് അദ്ദേഹത്തിനുള്ള എലക്ഷൻ ക്വാളിഫിക്കേഷൻ. 3 തവണ ബി.ജെ.പിയുടെ രാജ്യസഭാ അംഗമാകുമ്പോഴും അതിൽ ആദ്യ തവണ രാജ്യസഭാ അംഗമാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ബി.ജെ.പി അംഗം പോലും ആയിരുന്നില്ല എന്നുള്ളതും ഒക്കെ ഇപ്പോൾ കേരളത്തിലെ പല നേതാക്കളും എടുത്തു പറയുകയാണ്. സ്വന്തം അമ്മായിയപ്പൻ്റെ കമ്പനി പൂട്ടിക്കാൻ വലിയ കളികൾ കളിച്ച ഒരു വ്യക്തിക്ക് കേരളത്തിലെ ബി.ജെ.പിയോട് എന്ത് കൂറാണ് ഉള്ളത് എന്നുള്ള ചോദ്യവും പല നേതാക്കളും ചോദിക്കുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിൽ വീരവാദമൊക്കെ അടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്, ഞാൻ നേതാവാകാനല്ല വന്നത്, ഇവിടെയുള്ള പലരെയും നേതാവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവതരിച്ചത് എന്നൊക്കെ തട്ടിവിടുന്നുണ്ട്. ഏതായാലും ഒരു വലിയ അപരാധമായി മാറും ബി.ജെ.പിക്കുള്ളിൽ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോക്ക്. മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം പല നേതാക്കൾക്കും താക്കീത് കൊടുത്തിരിക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വാക്ക് ഉരിയാടരുത്, ഉരിയാടിയാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. എന്നാൽ നിങ്ങളൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്താക്ക് എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ചാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ നിൽക്കുന്നത്. കേരളത്തിലെ ബി.ജെ.പിയെ എങ്ങനെ ചലിപ്പിക്കണമെന്ന് ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴും തീരുമാനിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിയാൽ കൂടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉള്ള നീക്കം കൂടിയാണിത് എന്ന് വ്യക്തം.